ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പൊറോട്ട റോളാണ് റെഡിയാക്കുന്നത്. സിംഗർ പറാത്ത വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ എപ്പോഴും പുറത്തു പോയി കഴിക്കുന്ന ഒരു ഐറ്റമാണിത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് പുറത്തൊന്നും പോകാൻ പറ്റാത്ത സമയത്ത് വീട്ടിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതും നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് ചിക്കനാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൂന്നും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ഉണ്ടാവുക. കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ, നന്നായിട്ടൊന്ന് അരഞ്ഞോട്ടെ കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, അതുപോലെ തന്നെ കുറച്ച് ഹോട്ട് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂണൊക്കെ മതിയാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ ഒരിത്തിരി വിനാഗിരിയോ കൂടെ ചേർക്കണേ. ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയൊക്കെ മതിയാകും. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനിൽ പൊതിഞ്ഞ് ഫ്രൈ ചെയ്യാനുള്ള ഒരു പൊടി അങ്ങ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ടൊരു 1/2 കപ്പ് അളവിൽ മൈദ, ഇതിലേക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു അളവ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലവർ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ റെഡിമെയ്ഡ് ബ്രോസ്റ്റഡിൻ്റെ പൊടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചെടുത്താൽ മതി. അതിലേക്ക് ഒരു ഇത്തിരി മൈദയായിട്ട് ചേർത്താൽ മതി. ഫുള്ളായിട്ട് അത് എടുക്കേണ്ട, ചിലതിൽ ചിലപ്പോൾ ഉപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇതിലിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവുള്ള മുളക് പൊടിയാണ്. ഇതിലേക്ക് ഞാൻ പിന്നെ ഓനിയൻ പൗഡറോ അല്ലെങ്കിൽ ഗാർലിക് പൗഡറോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുൻപ് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ വീഡിയോ ചെയ്ത സമയത്ത് എങ്ങനെ വീട്ടിൽ ബ്രോസ്റ്റഡിൻ്റെ പൊടി ഉണ്ടാക്കുക എന്നുള്ള ഡീറ്റെയിൽ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ഒന്ന് നോക്കിയാൽ മതിയാ. ഇതിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇനി പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഒരു കുഴിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കിട്ടണേ. അപ്പോൾ ഇതങ്ങ് മാറ്റി വെക്കാം. അടുത്തത് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ ഒരിക്കലും കൂടരുത്, പാലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു തുള്ളി ഉപ്പിട്ട് കൊടുക്കുക. ഒരു 2 നുള്ളു മതിയാവും, കൂടുതലൊന്നും വേണ്ട. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ മസാല ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. ആദ്യം ഈ റെഡിയാക്കി മിക്സാക്കി വെച്ചിട്ടുള്ള പൊടിയിൽ ഒന്ന് ഇതുപോലെ മുക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് മുട്ടയിൽ ഇതുപോലെ മുക്കിയിട്ട് ഒന്നുകൂടെ പൊടിയിൽ ഒന്ന് മുക്കിയെടുക്കുക. ഒരു ഡബിൾ കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അതിലെ പൊടി പിടിച്ച് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അങ്ങ് പിടിപ്പിച്ചെടുക്കുക. അപ്പോഴാണ് നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ട് അങ്ങ് കുടഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇടുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ലുക്കായിട്ട് സംഭവം കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ പീസും ചെയ്തിട്ട് ഇങ്ങനെ കുടഞ്ഞെടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കുക. ബാക്കിയുള്ള പീസുകൾ ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പം ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്യാനുള്ള ഒരു 5-6 പീസ് ഇതുപോലെ ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇടുക. അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ബാക്കി കൂടെ റെഡിയാക്കി എടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഓയിൽ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിക്കോട്ടെ. എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പിന്നെ എല്ലില്ലാത്ത പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയിൽ നിന്ന് എടുക്കാൻ നേരത്ത് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ സ്ട്രെയിനറിലേക്കോ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കുറച്ച് ഉള്ള ഓയിലൊക്കെ അങ്ങ് പോയി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ബാച്ചും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കൻ്റെ പീസെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ സോസും ഒക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ ഇത് ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ വെച്ചൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാ ചപ്പാത്തിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, മൈദ വെച്ചിട്ടും ചെയ്യാം. ഇതിപ്പോൾ മൈദപ്പൊടി നമ്മൾ സാധാരണ ഉപ്പിട്ട് കുഴച്ച് സാധാ പോലെ ഇത്തിരി ഓയിലാക്കിയിട്ട് ചുട്ടെടുത്തിട്ടുള്ള ചപ്പാത്തിയാണ്. ഇതിലും ചെയ്യാം. അതുപോലെ തന്നെ പൊറോട്ടയിൽ ചെയ്താൽ നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ കേരള പൊറോട്ടയിൽ ചെയ്യുകയാണെങ്കിൽ സൂപ്പറാണ്. പൊറോട്ട ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതല്ല കേട്ടോ. നമ്മൾ ഐഡിയുടെ ഒക്കെ പൊറോട്ട വാങ്ങിക്കുന്നുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ പാകത്തിനുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ആകുമ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ, അല്ലെങ്കിലും ഇതുപോലത്തെ പൊറോട്ടയൊക്കെ വാങ്ങിക്കുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേണ്ടി ചെയ്യുന്നതല്ലോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കേരള പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചപ്പാത്തിയിൽ ചെയ്യാം. ഓക്കെ.
പിന്നെ ഇതിലേക്ക് കുറച്ച് മയനൈസ് റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് തൂം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ മുൻപ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ജസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വയ്ക്കാൻ മതി കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ചിക്കൻ്റെ അളവിൽ ഒരു 5 ചപ്പാത്തിയുടെ ഒക്കെ ഉള്ളിലാണ് റോൾ ചെയ്യാണ്ടാവുക. അപ്പോൾ അതിലേക്ക് ഒരു 2 മുട്ട വെച്ചിട്ടുള്ള തൂം ഉണ്ടാക്കിയാൽ തന്നെ മതിയാവും. പിന്നെ ഒരു ടേസ്റ്റിന് വേണമെങ്കിൽ കുറച്ചൊരു ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് മിക്സ് ആക്കാം. അതിൻ്റെ കൂടെ ഒരു 1 ടീസ്പൂൺ ഹോട്ട് സോസും കൂടി എടുക്കുന്നുണ്ട്. ഈ ഹോട്ട് സോസും ടൊമാറ്റോ കെച്ചപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ തൂമ് തന്നെ മതി, അത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്താകുമ്പോൾ സോസൊന്നും കയ്യിലില്ലെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ, തൂമ് വെച്ചിട്ട് തന്നെ മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സാലഡ് ലീഫും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സാലഡ് ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കും ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതാണ് കേട്ടോ. പച്ചയ്ക്ക് കടിക്കാനും മോക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക, ഒരു തുള്ളി ഉപ്പ് ഇട്ടിട്ട്. അപ്പോൾ ഇനി റോൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ചപ്പാത്തിയോ പൊറോട്ട എന്താണെങ്കിലും എടുത്ത് വെക്കുക. അതിൻ്റെ നടുഭാഗത്ത് കുറച്ച് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള തൂമും സോസും കൂടെ ആക്കി കൊടുക്കാം. എന്നിട്ട് 2-3 പീസ് ചിക്കൻ വെച്ച് കൊടുക്കുക. ചിക്കൻ ഉള്ളതിനനുസരിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു 300 ഗ്രാം അളവിൽ ഏകദേശം ഒരു 5 ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്യാനുള്ള ചിക്കൻ ഉണ്ടാവും കേട്ടോ, നോക്കിയിട്ട് എടുക്കുക. പിന്നെ കുറച്ച് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ മതി. അതുപോലെ തന്നെ കുറച്ച് സാലഡ് ലീഫും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഒരു ഇത്തിരി കൂടെ തൂമിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ടൊമാറ്റോ കെച്ചപ്പ് ആക്കാട്ടെ, ഒരു ഭംഗിക്ക് വേണ്ടി ആക്കിയെന്നുള്ളൂ. ഓൾറെഡി നമ്മൾ കെച്ചപ്പ് ആക്കിയതുകൊണ്ട് പുളിയൊക്കെ കാര്യത്തിന് ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, നമ്മളിത് റോൾ ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചപ്പാത്തിയോ പൊറോട്ട വെക്കുന്നതിന് മുൻപ് ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പറോ ടിഷ്യൂ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ മേൽഭാഗത്തും കുറച്ച് സോസൊക്കെ ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ രണ്ടാമത്തത് ഞാൻ ചപ്പാത്തിയിലാണ് കേട്ടോ റോൾ ചെയ്തെടുക്കുന്നത്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ചപ്പാത്തിയിലും പൊറോട്ടയിലും റോൾ ചെയ്തത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് പൊറോട്ടയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്തു നോക്കാം. ഈ രീതിയിലുള്ള ഫുഡൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക്, ഇപ്പോൾ പുറത്തൊന്നും പോയി കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണല്ലോ, അപ്പോൾ ആ സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ചെയ്തു നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്